ലക്ഷദ്വീപ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കു പടിഞ്ഞാറായി അറബിക്കടലിന്റെ അനന്തനീലിമയിൽ പ്രകൃതി അണിഞ്ഞ മുത്തുമാല പോലെ ഒരു പിടി ദ്വീപുകൾ. കേരളക്കരയിൽ നിന്നും ഉദ്ദേശം 360 കിലോമീറ്റർ പടിഞ്ഞാറു മാറിയാണ് ഈ പവിഴത്തുരുത്തുകളുടെ സ്ഥാനം. കേവലം 32 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ സമുദ്രോപരിതലത്തിൽ തല ഉയർത്തിയും ഉയർത്താതെയും നിൽക്കുന്ന 36 ദ്വീപുകളിൽ ജനവാസമുള്ളത് 11 ദ്വീപുകളിൽ മാത്രം. ഈ കൊച്ചു തുരുത്തുകളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് അവയുടെ അലൗകിക സൗന്ദര്യം തന്നെ. ആഴക്കടലിന്റെ അഗാധ നീലിമയും ആഴം കുറഞ്ഞ ബില്ലത്തിന്റെ നൈർമല്യവും ഈ ചെറുതുരുത്തിലെത്തുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവ്യ വിരുന്നാണ്. ബില്ലത്തിനകത്തെ അപൂർവ ജീവികളും തത്തിക്കളിക്കുന്ന വർണ്ണ മത്സ്യങ്ങളും ഏതൊരാൾക്കും ഇവയെല്ലാം മെനഞ്ഞെടുത്ത അള്ളാഹുവിന്റെ അദൃശ്യകരങ്ങളെ ആദരിക്കാൻ താല്പര്യം ജനിപ്പിക്കും. തിരമാലകളോട് മല്ലടിച്ച് ജീവിതത്തിന് ഊടും പാവും നൽകി നൂറ്റാണ്ടുകളായുള്ള അവഗണനയും ചൂഷണവും ആരുമറിയാതെ നെഞ്ചിലൊതുക്കി പരാതിയും പരിഭവങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ഈ പഞ്ചാര മണലിലൂടെ നമുക്ക് മുമ്പേ നടന്നുപോയ തലമുറകൾ. അവർ ചെയ്ത ഏതോ സുഹൃതമാവാം നമ്മോടുള്ള അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന് നിദാനം. ലക്ഷദ്വീപിന്റെ ഏറ്റവും വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ജനവാസമുള്ള ദ്വീപുകളിൽ പൊതുവെ വലിപ്പം കുറഞ്ഞതുമായ ദ്വീപാണ് ചെത്ലാത്ത്. ലക്ഷദ്വീപുകളിൽ മംഗലാപുരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപും ചെത്ലാത്താണ്. ചെത്ലാത്ത് ദ്വീപിന്റെ വടക്കേ അറ്റത്തായി കടലിന്റെ വരദാനം പോലെ ഒരു ചെറു മണൽ കൂമ്പാരം രൂപം കൊണ്ടിട്ടുണ്ട്. ഗാന്ധി ദ്വീപ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. കാറ്റിന്റെയും കടലിന്റെയും ഗതിവിഗതികൾക്കനുസൃതമായി ഈ മണൽ തിട്ടയുടെ ആകൃതിയും വലിപ്പവും സദാ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ലക്ഷദ്വീപിലെ പൂർവികർ വൻകരയിലെത്തിയിരുന്നത് കാറ്റിന്റെ സഹായത്താൽ മാത്രം ഓടിയിരുന്ന ദ്വീപോടങ്ങളിലാണ്. കാറ്റൊന്നു പിണങ്ങിയാൽ യാത്ര ദിവസങ്ങളും മാസങ്ങളും നീളുകയായി. ഭക്ഷണവും വെള്ളവും തീർന്ന് എതിർക്കാറ്റിൽ അവശരാകുമ്പോഴും അലറുന്ന തിരമാലകൾ മരണത്തിന്റെ മുഖം വരച്ചു കാട്ടുമ്പോഴും അഗാധമായ ഭക്തിയിൽ അഹദവനോട് പ്രാർത്ഥിച്ചു കിട്ടുന്ന മനോധൈര്യം അവരെ കരയ്ക്കണയാൻ സഹായിക്കുമായിരുന്നു. ജീവിതത്തോട് സദാ മല്ലടിച്ചു കഴിഞ്ഞിരുന്ന അവർക്ക് കരയണയുക എന്നത് ജീവിത പ്രശ്നം തന്നെയായിരുന്നു. ഇന്ന് കാലം മാറി. കഥയും ആധുനികവും ആഡംബരപൂർണവുമായ കപ്പലുകളും ചീറിപ്പായുന്ന സ്പീഡ് ബോട്ടുകളും നമ്മുടെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചിരിക്കുന്നു. മണിക്കൂറുകൾക്കകം എവിടെയും എത്തിച്ചേരാനുള്ള നൂതന സംവിധാനങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും കാണിച്ച വഴിയിലൂടെ കാറ്റിന്റെ തലോടലും കടലോളങ്ങളുടെ താരാട്ടും കേട്ട് ദിവസങ്ങളും മാസങ്ങളും യാത്ര ചെയ്ത് ഉപ്പു മുതൽ കർപ്പൂരം വരെ കൊണ്ടുവന്നിരുന്ന ഒരു കാലം വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള മായാത്ത ചില ഓർമ്മകൾ ഏതൊരു ദ്വീപുകാരന്റെയും സിരകളിൽ അഭിമാനത്തിന്റെ തിരയിളക്കം സൃഷ്ടിക്കാറുണ്ട്. ഗതകാലത്തിന്റെ ഐശ്വര്യങ്ങളായ വിറക്കി ആരാലും സംരക്ഷിക്കപ്പെടാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓടങ്ങൾ ദ്വീപുകളിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത ചിത്രങ്ങൾ മാത്രമാണെന്ന്. ദ്വീപിൽ മാത്രം ലഭ്യമായ മരങ്ങളും കയറും തുവടിയും കരിയും അത്താറും ബ്ലാക്കെണ്ണയും ഉപയോഗപ്പെടുത്തി തനതായ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന ദ്വീപോടങ്ങൾ ഇന്നൊരു സ്മാരകം മാത്രം. കുണുങ്ങിയൊഴുകിയ എത്രയെത്ര കുഞ്ഞോളങ്ങൾ, സംഹാര താണ്ഡവമാടിയ എത്രയെത്ര തിരമാലകൾ,
അവയെല്ലാം കീറിമുറിച്ച് ചീറിയടിച്ച ചുഴലിയെയും തൂഫാനെയും വകഞ്ഞു മാറ്റി ദ്വീപിന്റെ മക്കൾക്ക് ഉപ്പും ചോറും കയറ്റി വന്ന ഈ ജീവിത നൗകകൾക്ക് നമ്മുടെ പൂർവികരുടെ എത്രയെത്ര കഥനകഥകൾ പറയാനുണ്ടാകും. ജീവിതത്തിന്റെ മറുകരകൾ കണ്ട ഈ ഓടങ്ങൾ ദ്വീപുകാരന്റെ സാഹസിക ജീവിതത്തിന്റെ പ്രതീകമായി ഇന്നും നിലനിൽക്കുന്നു. ലക്ഷദ്വീപിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റി അയച്ചിരുന്നതും ഏറ്റവും വില കൂടിയതുമായ ചരക്കായിരുന്നു കൊപ്ര. ഇന്നും ആ സ്ഥാനം കൊപ്രക്ക് തന്നെ. കൊപ്രയോടൊപ്പം ഓടങ്ങളിൽ മംഗലാപുരത്തേക്ക് കയറ്റി അയച്ചിരുന്ന മറ്റു പ്രധാന ചരക്കുകളായിരുന്നു കിടുവും കയറും. ഇവയ്ക്കു പുറമെ ബാരയും കവിടിയും ചിരട്ടയും ദ്വീപിലെ പഞ്ചാര മണല് പോലും വൻകരകളിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു. ഓടങ്ങളിൽ കൂമ്പാരമായി കയറ്റിയിരുന്ന കിടു ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ വർഷം മുഴുവൻ പകലന്തിയോളം സൂക്ഷ്മതയോടെ അധ്വാനിച്ച് നിർമ്മിച്ചെടുക്കുന്നവയാണ്. ഇവയുടെ നിർമ്മാണം ലളിതമാണെങ്കിലും വളരെ ചിട്ടയോടെയാണ് ചെയ്തെടുക്കുന്നത്. വാടി വീഴുന്ന ഓല 24 മണിക്കൂർ കടലിൽ കുതിർത്ത് മയപ്പെടുത്തിയെടുക്കുന്നു. ഇവയെ രണ്ടായി കീറി മണിക്കൂറുകളോളം ഇരുന്ന് മെടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഓല മെടയുന്ന രീതിയും ആ ഇരിപ്പും അന്നും ഇന്നും ഒരേപോലെയാണ്. ഈ കിടു വീടുകൾ മേയാനും ഷെഡുകൾ നിർമ്മിക്കാനും ദ്വീപുകളിൽ ഉപയോഗിക്കുന്നു. ദ്വീപിലെ കിടുവിന്റെ മേന്മ തന്നെയാണ് അതിനെ മംഗലാപുരത്തേക്കുള്ള പ്രിയപ്പെട്ട കച്ചവട ചരക്കാക്കി മാറ്റിയത്. കൃത്യമായും ക്രമമായും കൈകൊണ്ട് പിരിച്ചെടുക്കുന്ന കയർ ദ്വീപ് നിവാസികളുടെ ജീവിതത്തിന്റെ നാനാതുറകളിൽ ഉപയോഗിക്കപ്പെടുന്നതാണ്. ഓടം നിർമ്മാണത്തിൽ മരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന വസ്തുവാണ് ഈ കയർ. കയറ് വിറ്റ് അരി വാങ്ങി കഞ്ഞി വെച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അന്ന് ദ്വീപ് സ്ത്രീകളുടെ പ്രധാന തൊഴിൽ കയർ പിരിക്കലായിരുന്നു. തുവടി എന്ന് ദ്വീപുകാർ വിളിക്കുന്ന തേങ്ങയുടെ പുറംതോട് ദിവസങ്ങളോളം കടൽ തീരത്ത് പ്രത്യേകം നിർമ്മിച്ച പാരം എന്ന് വിളിക്കുന്ന കുഴികളിൽ കുതിർത്തെടുക്കുകയാണ് കയർ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. അഴുകിയ തുവടിയെ തല്ലിച്ചതച്ച് നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഈ നാരുകൾ ചേർത്ത് താർ എന്ന് വിളിക്കുന്ന ഇഴകൾ ഉണ്ടാക്കുന്നു. ദ്വീപ് വനിതകൾ കയർ പിരിക്കുന്നതിന് ഒരു പ്രത്യേക താളം തന്നെയുണ്ട്. അങ്ങനെ കൊപ്രയും കയറും മറ്റു നാടൻ ചരക്കുകളും കയറ്റി ഓടം മംഗലാപുരത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ നാട്ടുകാർ മുഴുവനും പ്രതീക്ഷാനിർഭരരായി പ്രാർത്ഥനയോടെ കടപ്പുറത്തെത്തി യാത്രാമംഗളം നേരുമായിരുന്നു. നിർമ്മിക്കുന്നതിൽ തങ്ങൾക്കുള്ള പ്രാഗൽഭ്യം ചെത്തലത്തിലെ മണ്ഡപിമാർ വളരെ കാലം മുമ്പ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. ചെത്തല ദ്വീപ് ചെറുതും ജനസംഖ്യ മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് കുറവുമാണെങ്കിലും ഓടത്തിന്റെ എണ്ണത്തിൽ മറ്റേത് വലിയ ദ്വീപിനോടും കിടപിടിക്കുമായിരുന്നു ഈ ദ്വീപ്. മറ്റു ദ്വീപുകാർക്ക് വേണ്ടി ചെത്തലത്തിൽ ഓടം നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഈ ദ്വീപിലെ മണ്ഡപിമാർ മറ്റു ദ്വീപുകൾ സന്ദർശിച്ചും അവിടെ മാസങ്ങളോളം താമസിച്ചും ഓടം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്നതായി വിവിധ ദ്വീപുകളിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു. പല ദ്വീപുകളിലും ഓടം ഓടുന്ന സമ്പ്രദായം ഇല്ലാതായിട്ടും വളരെ അടുത്ത കാലം വരെ അത് തുടർന്നിരുന്ന ഒരു ദ്വീപ് കൂടിയാണ് ചെത്തല ദ്വീപ്. ഒരു വേള ഇതെല്ലാം ആയിരിക്കാം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പുതിയ ഓട നിർമ്മാണത്തിന് ചെത്തല തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. ലക്ഷദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ദ്വീപുകളുടെ ഒറ്റപ്പെട്ട കിടപ്പും വൻകരയെ മാത്രം ആശ്രയിച്ചുള്ള ജീവിതവും. പണ്ടുകാലത്ത് ദ്വീപിൽ തന്നെ നിർമ്മിച്ച ഓടങ്ങളിൽ വൻകരയിൽ പോയിരുന്നുവെന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ വിനോദസഞ്ചാരികൾ അത്ഭുതപ്പെടാറുണ്ട്. അങ്ങനെ കൗതുകകരമായ ആ ജീവിത യാഥാർത്ഥ്യം സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികളെ മനസ്സിലാക്കുവാൻ
ഒരു യഥാർത്ഥ ദ്വീപോടം നിർമ്മിച്ച് അഗത്തി ദ്വീപിലെ ചരിത്ര മ്യൂസിയത്തിൽ സൂക്ഷിക്കുവാൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനിച്ചു. വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഓടത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തതും ചിലവുകൾ വഹിച്ചതും ലക്ഷദ്വീപ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. നിർമ്മാണ കേന്ദ്രമായ ചെത്ലത് ദ്വീപിൽ അഡീഷണൽ സബ് ഡിവിഷണൽ ഓഫീസിനും സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റുമായിരുന്നു മേൽനോട്ട ചുമതല. വിവിധ വിഭാഗങ്ങളിൽപ്പെടുത്തി ഏകദേശം 25ഓളം തൊഴിലാളികളെയാണ് ഓടത്തിന്റെ നിർമ്മാണത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്. പരിചയസമ്പന്നരായ നാടൻ മണ്ഡപിമാർ, ചെത്ലത് ബോട്ട് ബിൽഡിംഗ് യാർഡിൽ ജോലി ചെയ്തിരുന്നവർ, പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞ ആശാരിമാർ, ഓടം നിർമ്മാണത്തിലും മറ്റും പ്രവർത്തിച്ചിരുന്ന സാധാരണക്കാർ തുടങ്ങിയവരെയെല്ലാം പരിഗണിച്ചിട്ടാണ് തൊഴിലാളികളെ കണ്ടെത്തിയത്. ഓടം നിർമ്മാണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളികളെ അവരുടെ ചുമതല അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. ഓടം നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ചീഫ് കാർപ്പന്റർ, അതായത് തലൈ മണ്ഡപി, വിവിധ ജോലികൾക്ക് നേതൃത്വം വഹിക്കുന്ന സൂപ്പർവൈസർ എന്നീ 2 മേഖലകളിലുള്ളവർ ഫസ്റ്റ് ക്ലാസ് കാർപ്പന്റർമാരും, മരപ്പണിയുമായി ബന്ധപ്പെടുന്ന 10ഓളം മണ്ഡപിമാർ സെക്കൻഡ് ക്ലാസ് കാർപ്പന്റർമാരും, മറ്റ് ഡ്രില്ലർ, ബൈൻഡർ, റോപ്പ് മേക്കർ, ബ്ലാക്ക് സ്മിത്ത്, ഹെൽപ്പേഴ്സ് തുടങ്ങിയ ജോലിക്കാർ സ്കിൽഡ് ലേബർമാരുമായിരുന്നു. റോപ്പ് മേക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ടിരുന്നവരധികവും സ്ത്രീകളായിരുന്നു. ഓടം ഉണ്ടാക്കുന്നതിനാവശ്യമായ പരമ്പരാഗത കയർ നിർമ്മാണത്തിൽ ഇവർ കാണിക്കുന്ന ക്ഷമയും വൈദഗ്ധ്യവും എടുത്തു പറയേണ്ടതാണ്. 2006 മാർച്ച് 16 പതിറ്റാണ്ടുകൾക്ക് ശേഷം ദ്വീപുകളിൽ നിന്നും മൺമറഞ്ഞ ചരിത്രം ചെത്ലത് ദ്വീപിൽ പുനഃസൃഷ്ടിക്കപ്പെടാൻ തുടങ്ങുകയായിരുന്നു. ദ്വീപോടം അതിന്റെ എല്ലാവിധ പ്രതാപത്തോടും കൂടെ വീണ്ടും നിർമ്മിക്കുവാനുള്ള കർമ്മങ്ങളുടെ തുടക്കം. 2006 മാർച്ച് 16 ബഹുമാനായ ചെത്ലത് ഖാസി ജനാബ് അബ്ദുൾ റഷീദ് മദനിയുടെ സാന്നിധ്യത്തിൽ ചെത്ലത് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ശ്രീ CG മുഹമ്മദ് ജലീൽ ഓടത്തിന്റെ കീലിംഗ്, അതായത് പാണ്ടിബക്കൽ കർമ്മം നിർവഹിച്ചു. പാണ്ടിബക്കൽ കർമ്മത്തിൽ പണ്ട് മുതൽ അനുവർത്തിച്ചു പോന്നിരുന്ന എല്ലാ കർമ്മങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുന്നതിൽ സംഘാടകർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം തയ്യാറാക്കി വെച്ച കീൽ, അതായത് പാണ്ടി, പ്രത്യേകം നിർമ്മിച്ച സ്റ്റാൻഡിൽ തലൈ മണ്ഡപിയുടെ നേതൃത്വത്തിൽ മുഖ്യ അതിഥിയും മറ്റു മണ്ഡപിമാരും നാട്ടുകാരണവർമാരും ചേർന്ന് എടുത്തുവയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. തുടർന്ന് നൂലിടൽ, അതായത് പാണ്ടിയുടെ നീളത്തിൽ മധ്യഭാഗത്തായി ലൈൻ മാർക്ക് ചെയ്യൽ. ഈ നൂലടയാളത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തുടർന്നുള്ള പണികൾ പുരോഗമിക്കുക. നൂലിടൽ കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ തേങ്ങ പാണ്ടിയുടെ മുകളിൽ വെച്ച് മഴ കൊണ്ടുവെട്ടി തേങ്ങയിലെ വെള്ളം പാണ്ടിയിലെ ജോയിന്റുകളിൽ വീഴ്ത്തുന്നു. ഇതോടുകൂടി പാണ്ടിബക്കൽ കർമ്മങ്ങൾ അവസാനിക്കുന്നു. തുടർന്ന് മധുര പലഹാര വിതരണവും പൊതുസദ്യയും നടക്കും. ഈ സദ്യയിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണമൊന്നും ആവശ്യമില്ലത്രേ. വന്നെത്തുന്ന ആർക്കും അതിൽ പങ്കെടുക്കാം. പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഇതൊരു പൊതു ചടങ്ങായിരുന്നു. ഓടം പോലുള്ള ജലവാഹന നിർമ്മാണത്തിലെ പ്രതിഭാശാലികളും ഈ ഓടത്തിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചവരുമായ ചിലരെ അടുത്തറിയുന്നത് രസകരവും അതേസമയം വിജ്ഞാനപ്രദവുമാണ്. പുതിയ ഓടത്തിന്റെ ശില്പി എന്ന് വിളിക്കാവുന്ന ചീഫ് കാർപ്പന്റർ അഥവാ തലൈ മണ്ഡപിയാണ് ശ്രീ റാബിയപുര യൂസഫ്. ദ്വീപുകാർ ഇദ്ദേഹത്തെ നല്ല കോയ എന്ന് വിളിക്കുന്നു. ഈ തലമുറയിലെ ഏറ്റവും തലമൂത്ത മണ്ഡപി കൂടിയാണ് ശ്രീ യൂസഫ്. ചെത്ലത് ദ്വീപിലെ മിക്ക ഓടങ്ങളുടെയും വിവിധ ദ്വീപുകളിലെ നല്ലൊരു ശതമാനം ഓടങ്ങളുടെയും നിർമ്മാണത്തിന് കാർമ്മികത്വം വഹിച്ചത് ഇദ്ദേഹമാണ്. പഞ്ചാര മണലിൽ ചിത്രം വരയ്ക്കുന്നത്ര ലാഘവത്തോടെയാണ് ഓടത്തിന് ചേർത്ത് വെക്കേണ്ട മരപ്പലകകൾ നല്ല കോയ മാർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഉപകരണത്തിന്റെ സഹായമില്ലാതെ പലകകളുടെ അളവുകൾ കണക്കാക്കാനുള്ള നല്ല കോയയുടെ കഴിവ് അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് വിലയിരുത്തുവാനുള്ള ഏറ്റവും നല്ല മാനദണ്ഡം കൂടിയാണ്. ചെറുപ്പകാലത്തെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോവിന്റെ നിശ്വാസമുതിർത്ത് ആ കാലത്തെ പട്ടിണിയെക്കുറിച്ചും ജീവിത ക്ലേശങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി.
ചെറുപ്പത്തിൽ ബാപ്പയെ ജോലിയിൽ സഹായിക്കുമായിരുന്നു. ബാപ്പയിൽ നിന്നും മറ്റു കാരണവർമാരിൽ നിന്നും അത്രേ മരപ്പണി പഠിച്ചത്. മിക്കവാറും ജലവാഹനങ്ങളായ തോണി, കൊന്തളം, എട്ടുബലിക്കേണ്ടത്, ഓടം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരുന്ന ജോലിയായിരുന്നതിനാൽ ആ മേഖലയിൽ നല്ല കോയ പ്രാവീണ്യം നേടി. വിവിധ ദ്വീപുകളിലായി ഏകദേശം 100-ൽ പരം ഓടങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പരിചയസമ്പത്ത് നല്ല കോയയുടെ കൈമുതലാണ്. അഡ്മിനിസ്ട്രേഷൻ പുതിയ ഓടത്തിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചപ്പോൾ അതിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് താൻ ഉൾപ്പെട്ട തൊഴിലാളികൾക്ക് പൂർത്തീകരണത്തെക്കുറിച്ച് ഒട്ടും ഉത്കണ്ഠയുണ്ടായിരുന്നില്ലെന്നും മറിച്ച് ഗവൺമെന്റ് ഇടക്ക് വെച്ച് ഉദ്യമം ഉപേക്ഷിക്കുമോ എന്നായിരുന്നു തങ്ങളുടെ പേടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഓടം നിർമ്മാണത്തിന്റെ വിവിധ മേഖലകളിൽ ഒപ്പം ജോലി ചെയ്തിരുന്നവരെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് 1000 നാവ്. അവർ തനിക്ക് നൽകിയ സഹായവും സഹകരണവും അദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നു. കൂട്ടത്തിൽപ്പെട്ട കുഞ്ഞിക്കോയ ഹാജി, കാക്കായിലം ജായിക്കോയ, കോജൻ കോയ, ഇസ്മയിലിക്കാക്ക, ബടക്കിള മേലിലപ്പുര ചെറിയ കോയ, പുളിനക്കിൾ കുഞ്ഞിക്കോയ, പാത്തയബാൽ അബ്ദുള്ള എന്നിവരുടെ പേരുകൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഓടം നിർമ്മാണത്തിനിടെ പ്രത്യേക വിഷമതകളൊന്നും നേരിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേക ഉപകരണങ്ങളൊന്നുമില്ലാതെ ആവശ്യമായ പലക കഷ്ണങ്ങളിൽ കരി കൊണ്ട് മണ്ഡപന്മാർ കൃത്യമായി മാർക്ക് ചെയ്യുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പരിചയ സമ്പത്തല്ലാതെ ഇതിൽ പ്രത്യേക കഴിവൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഓടത്തിന്റെ പലകകൾ പരസ്പരം ബന്ധിക്കുന്നതിന്റെ പ്രത്യേകതകൾ ശ്രീ നല്ലകോയ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. വളരെ നല്ല ചകിരി നാരുകൊണ്ട് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ തുത്താർ പിരിച്ചെടുത്ത കയർ കൊണ്ടാണ് പലകകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. പുറം ഭാഗത്താണെങ്കിൽ കയറ് പലകയുടെ അകത്തേക്ക് കയറി നിൽക്കത്തക്ക വിധം ആ ഭാഗത്തെ മരം കുറച്ചാഴത്തിൽ കുത്തിയെടുത്ത് മാറ്റുന്നു. ഇങ്ങനെ മരത്തിന്റെ അകത്ത് കയറി നിൽക്കുന്നതിനാൽ ഓടം മണ്ണിലോ പാറകളിലോ മറ്റോ ഉരസുമ്പോൾ പലകകളെ ബന്ധിപ്പിച്ചിരിക്കുന്ന കയറിന് പോറലൊന്നും ഏൽക്കില്ല. അതേസമയം ഉൾഭാഗത്ത് പച്ച തുവടി അടിച്ച് മയപ്പെടുത്തി പ്രത്യേക രീതിയിൽ മുറിച്ചെടുത്ത് ഇത് പലകകൾ തമ്മിൽ ചേരുന്ന ഭാഗങ്ങളിൽ വെച്ച് അതിന്റെ മുകളിലൂടെയാണ് കയറുകൊണ്ട് കുത്തനെയും കുറുകയും വലിച്ചു കെട്ടുന്നത്. കെട്ടിക്കഴിഞ്ഞ് കയറ് കടന്നു പോകുന്ന ഹോളുകൾ കത്തിരാണം എന്ന് പറയുന്ന പ്രത്യേകം തയ്യാറാക്കിയ പശ കൊണ്ട് അടക്കുന്നു. ഈ കെട്ടുകൾ ഗണിതശാസ്ത്ര വിധി പ്രകാരമുള്ളതും അതേസമയം കലാപരവുമാണ്. നല്ലകോയയുടെ ലളിതമായ വിവരണമനുസരിച്ച് ഓടത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചത്തിരി, ചുടുതാമ്പുര, അണിയത്തകള്ളി, അണിയം എന്നിവയാണ്. കപ്പലിനോട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ വീൽ ഹൗസിനും ക്യാബിനും ചേർന്നുള്ള ഓടത്തിലെ പ്രധാന ഭാഗമാണ് ചത്തിരി. നിത്യോപയോഗ സാധനങ്ങൾ സൂക്ഷിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതുമായ ഓടത്തിലെ അടുക്കളയെയാണ് ചുടുതാമ്പുര എന്ന് പറയുന്നത്. ഓടത്തിൽ കയറ്റുന്ന കാർഗോ സൂക്ഷിക്കുന്ന ഹാച്ച് ആണ് അണിയത്തകള്ളി. ഓടത്തിന്റെ ഏറ്റവും മുമ്പിലുള്ള ആങ്കറിംഗ് സ്റ്റേഷന് അണിയം എന്ന് പറയുന്നു. ഓടം നിർമ്മാണ കാലത്ത് തലൈ മണ്ഡപി എന്ന നിലയിൽ തനിക്ക് ദിവസം 280 രൂപ കിട്ടിയിരുന്നതായും അതിൽ താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് കൂലി ഒന്നുമില്ലാതെ ഇത്തരം ജോലികൾ ചെയ്തിരുന്നതായും സൗഹാർദ്ദത്തിന്റെ പേരിലോ ഭക്ഷണത്തിനു വേണ്ടിയോ ആയിരുന്നു അതൊക്കെ എന്നും നല്ലകോയ ഓർമ്മിച്ചു. പുതിയ ഓടവുമായി 2007 ജനുവരി 26-ാം തീയതി കവരത്തിയിലെത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചുവെന്നും ആന്ത്രോത്ത്, കൽപ്പേനി, മിനിക്കോയ് എന്നീ ദ്വീപുകളിൽ ഓടവുമായി പോകാൻ ക്ഷണമുണ്ടെന്നും ശ്രീ നല്ലകോയ പറഞ്ഞു. തക്കതായ പ്രതിഫലം ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയൊരു യാത്രയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. ലക്ഷദ്വീപുകളിൽ ഓടം പോലുള്ള ജലവാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ള മണ്ഡപികളുടെ നാടായ ചെത്തലത്തിനെ വൻകരയുമായി ബന്ധിപ്പിക്കാൻ സ്വന്തമായി ഒരു ജലവാഹനം ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ ഓടം നിർമ്മിക്കുന്നവരാണെന്നും അതിന്റെ നിർമ്മാണ ചെലവ് ഏറ്റെടുക്കാനുള്ള കഴിവ് തങ്ങൾക്കില്ലെന്നും ആരെങ്കിലും അതിന് തയ്യാറായാൽ പൂർണ്ണ സഹകരണം നൽകുമെന്നും ശ്രീ നല്ലകോയ പറഞ്ഞു.
ലക്ഷദ്വീപ് കണ്ട ഏറ്റവും പ്രഗത്ഭരായ മണ്ഡപിമാരുണ്ടായിരുന്നിട്ടും അവരുടെ കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്കിന്നും കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുതയിലേക്ക് ശ്രീ നല്ലകോയയുടെ മറുപടി വിരൽ ചൂണ്ടുന്നു. മണ്ഡപിയോട് തോളോട് തോൾ ചേർന്ന് മറ്റു മണ്ഡപിമാരെയും തൊഴിലാളികളെയും പ്രോത്സാഹിപ്പിച്ച് ഓടം ഒരു യാഥാർത്ഥ്യമാക്കിയ ശ്രീ ആഷിയോട കുഞ്ഞിക്കോയ ഹാജിയോട് അല്പം സംസാരിക്കാൻ സാധിച്ചത് ഓടത്തിന്റെ ചില സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. അസർ നമസ്കാരാനന്തരം മുഹീദ്ദീൻ പള്ളിയിൽ വെച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. പടിഞ്ഞാറൻ കാറ്റിന്റെ കുളിർമ ആസ്വദിച്ച് ഹാജിയാർ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ഓടം നിർമ്മാണം സഫലമായതിന്റെ ചാരിതാർത്ഥ്യം നിറഞ്ഞു നിന്നിരുന്നു. ഓടം നിർമ്മാണത്തിന്റെ സൂപ്പർവൈസറായി അഡ്മിനിസ്ട്രേഷൻ ശ്രീ കുഞ്ഞിക്കോയ ഹാജിയെ കണ്ടെത്തിയത് അദ്ദേഹം ചെത്തലത്തിലെ പരിചയസമ്പന്നനായ മണ്ഡപിയും ആ മേഖലയിലെ മികച്ച സംഘാടകനും ഉപദേഷ്ടാവും ആയതിനാലാണ്. ഹാജിയാരുടെ ഈ രംഗത്തെ പരിചയസമ്പത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 50 വർഷമായി താൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതായും ചെത്തലത്തിൽ ഫിഷറീസ് ആരംഭിച്ചതു മുതൽ അവിടുത്തെ ബോട്ട് ബിൽഡിംഗ് യാർഡിൽ ബോട്ട് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് ബോട്ട് നിർമ്മാണം ഗവൺമെന്റ് നിർത്തിവയ്ക്കുന്നതുവരെ അതിൽ തുടർന്നുവെന്നും ഹാജിയാർ അറിയിച്ചു. ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും ഓടം നിർമ്മാണം നടന്നിരുന്നു. എന്നാൽ ചെത്തലത്തിലുള്ളതുപോലെ മണ്ഡപിമാർ മറ്റ് ദ്വീപുകളിൽ ഈ രംഗത്ത് ഇല്ലായിരുന്നെന്നും അതുകൊണ്ടാണ് ഇവിടുത്തെ മണ്ഡപിമാർ മറ്റു ദ്വീപുകളിൽ പോകേണ്ടി വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി തുടങ്ങിയ ദ്വീപുകളിൽ വരെ അവർ പോയിരുന്നുവെന്നാണ് ഹാജിയാർ പറഞ്ഞത്. ഓടങ്ങളുടെ നാടായിരുന്ന ചെത്തലാത്തിൽ അവ സ്വന്തമായിരുന്ന ചില കുടുംബങ്ങളുടെ പേരുകൾ അദ്ദേഹം പറയുകയുണ്ടായി. മൺമേൽ, തെക്കിള മേലിളപ്പുര, പേക്കാക്കൽ, ആശിയോട, ആറ്റലോട എന്നീ പേരുകൾ പറഞ്ഞതോടൊപ്പം മുൻകാലത്തുണ്ടായിരുന്ന ചില ഓടങ്ങളുടെ പേരുകൾ കൂടെ പറഞ്ഞു. അൽവാക്കോൽ, ചമ്മം, കുഞ്ഞിത്തോൽത്തേങ്ങ, വലിയ തോൽത്തേങ്ങ, ഫാരോടി, ബരിഫാട്, ചാടി, ചിമിലി, തങ്കി, പൂവോടം, ഒറ്റക്കഞ്ഞി എന്നിങ്ങനെ ഹാജിയാർ ഓർമ്മകളുടെ ചെപ്പ് തുറന്നപ്പോൾ ഇത്തരം പേരുകൾ പക്ഷേ ദ്വീപിലിപ്പോൾ കേട്ട് കേൾവി പോലുമില്ലല്ലോ എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു. ഇതെല്ലാം നാട്ടിൽ ഓടത്തെ തിരിച്ചറിഞ്ഞിരുന്ന വിളിപ്പേരുകൾ മാത്രമാണെന്നും മംഗലാപുരത്ത് രജിസ്റ്റർ ചെയ്തിരുന്ന ഈ ഓടങ്ങൾക്ക് നൂർജഹാൻ, ഷാഹുൽ ഹമീദ്, ഉബൈദുള്ള, മുസ്തഫ, സമുദ്രരാജൻ തുടങ്ങിയ പേരുകൾ ഉണ്ടായിരുന്നുവെന്നും ഹാജിയാർ ഓർമ്മിപ്പിച്ചു. പഴയ കാലത്തെ മണ്ഡപിമാരെ ഓർമ്മിച്ചുകൊണ്ട് അവരിൽ ചിലരുടെ പേരുകൾ അദ്ദേഹം പറഞ്ഞു തന്നു. ചേക്കാക്കൽ ജായ്ക്കോയ, ചേക്കാക്കൽ കുഞ്ഞി അഹമ്മദ്, പൊന്നുവ, കോജൻ കോയ, തിത്തിയപുര അബ്ദുറഹ്മാൻ തുടങ്ങിയ ഗുരുസ്ഥാനീയരുടെ പേരുകൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വിനയപൂർവ്വം താഴ്ന്നിരുന്നു. പണ്ടൊക്കെ ഓടം നിർമ്മിക്കാൻ എത്ര കാലം വേണ്ടി വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഒത്തുവന്നാൽ പൂർത്തിയാവാൻ 1.5 വർഷം വേണ്ടിവരുമെന്നും ഇടയ്ക്കിടയ്ക്ക് പണി നിർത്തിവെക്കേണ്ടി വന്നാൽ അത് 3-4 വർഷം വരെ നീണ്ടിരുന്നുവെന്നും ഹാജിയാർ പറഞ്ഞു. ഇപ്പോൾ നിർമ്മിച്ച ഓടത്തിന്റെ പ്രവർത്തനത്തിൽ സൂപ്പർവൈസറായി നിയമിക്കാൻ പ്രധാന കാരണം വല്ലതുമുണ്ടോ എന്നാരാഞ്ഞപ്പോൾ ചെത്തലാത്ത് ബോട്ട് ബിൽഡിംഗ് യാർഡിൽ നിർമ്മിച്ച ഏകദേശം 100ഓളം ബോട്ടുകൾക്കെങ്കിലും താൻ നേതൃത്വം കൊടുത്തിരുന്നതായും ആ പരിചയം മുൻനിർത്തി ഇപ്പോൾ നിർമ്മിച്ച ഓടത്തിനാവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൽ അഡ്മിനിസ്ട്രേഷൻ തന്റെ അഭിപ്രായം ആരാഞ്ഞിരുന്നതായും ആവശ്യമായ മരത്തെക്കുറിച്ചും അതിന്റെ അളവുകളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുള്ള അംഗീകാരമായിരിക്കാം ഒരുപക്ഷെ തന്നെ സൂപ്പർവൈസറായി നിയമിക്കാൻ കാരണമായതെന്ന് ഹാജിയാർ വിനയത്തോടെ പറഞ്ഞു. ഓടത്തിന്റെ വിവിധ ഭാഗങ്ങൾക്കും ഉപകരണങ്ങൾക്കും സാധാരണയായി പറയുന്ന നാടൻ പേരുകൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ഹാജിയാർ അവ വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. പാണ്ടിബക്കൽ, ഫലക പിടിക്കൽ,
തുടങ്ങിയവ ഓടം നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങളാണ്. തുളു മുതൽ മന്ദിരാണം വരെയുള്ള ഫലക പിടിക്കലാണ് രണ്ടാം ഘട്ട പ്രവർത്തനം. ഓടത്തിന്റെ മേൽഭാഗത്തുള്ള കാരിയ ചത്തിരി, ചുടുതാമ്പുര, അണിയം എന്നിവയുടെ നിർമ്മാണമാണ് അവസാന ഘട്ടം. എന്നാൽ കാറ്റിന്റെ ശക്തി സംഭരിച്ച് ഓടത്തെ മുന്നോട്ട് നീക്കുന്ന പായയുമായി ബന്ധപ്പെട്ട പണികൾ നിസാരമല്ല എന്നാണ് ഹാജിയാരുടെ അഭിപ്രായം. വലിയ കുമ്പ്, ചെറിയ കുമ്പ്, അമരത്ത കുമ്പ്, ചില്ലൈക്കോൽ തുടങ്ങിയ പായ വലിക്കാനുള്ള ഓടത്തിലെ പോസ്റ്റുകളാണിവ. ദ്വീപിൽ ഇതിന് കുമ്പ് എന്ന് പറയും. വലിയ ഫ, ചെറിയ ഫ, അമരപ്പ, ചില്ലയിപ്പ തുടങ്ങിയവയാണ് ഓടത്തിലെ വിവിധ പായകൾ. ദ്വീപുകാർ ഓടത്തിന്റെ പായ തുന്നുന്നത് മറക്കാനാവാത്ത ഒരു കാഴ്ചയത്രേ. ഏകദേശം 5 ഇഞ്ച് വീതിയിൽ മുറിച്ചെടുത്ത നീളമേറിയ പായത്തുണി ഇടയിൽ കയറുവെച്ച് നൂലുകൊണ്ട് തുന്നിയാണ് തയ്യാറാക്കുന്നത്. ഈ കയറിന് ഞരമ്പ് എന്നാണത്രേ പേർ. കാലാഞ്ച, മുകിലാഞ്ച എന്നിവ പായ വലിച്ചുയർത്താൻ ഉപയോഗിക്കുന്ന ചകിരി കൊണ്ട് നിർമ്മിച്ച റോപ്പുകളാണ്. കാൽ ചെറുപ്പ്, മുകിൽ ചെറുപ്പ്, ലബ്രാൻ, മന്ദേലാകർ, തണ്ടേല, ഫെർമാൻ തുടങ്ങിയവയും പായയുമായി ബന്ധപ്പെടുന്ന വിവിധ ഉപകരണങ്ങളാണെന്ന് ഹാജിയാർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ ആ പേരുകൾ വീണ്ടുമൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പാടുപെടുകയായിരുന്നു ഞങ്ങൾ. ഓടം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ ചടങ്ങുകൾ നടക്കുന്നത് എപ്പോഴെല്ലാമാണെന്ന് ചോദിച്ചപ്പോൾ ചടങ്ങുകൾ ഒരുപാടുണ്ടെന്നും പ്രധാനമായി പാണ്ടി വെക്കുമ്പോഴും തുളുവ് പിടിക്കുമ്പോഴും കാരിയ കവർക്കുമ്പോഴും കടലിൽ ഇറക്കുമ്പോഴുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം കർമ്മങ്ങൾ ഈ ഓടത്തിന്റെ നിർമ്മാണത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ആരാഞ്ഞപ്പോൾ ഇത് പഴയ കാലമല്ലല്ലോ എന്നും ചെറിയ രീതിയിലെങ്കിലും എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഓടം നിർമ്മാണത്തിന് ഗവൺമെന്റ് വല്ല സമയപരിധിയും നിശ്ചയിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നിർമ്മാണത്തിന് എത്ര മാസം ആവശ്യമാണെന്ന് ആരായുകയും 10 മാസത്തെ സമയം തങ്ങൾ ചോദിച്ചതായും ഗവൺമെന്റ് 1 വർഷത്തെ സമയം അനുവദിച്ചുവെന്നും ഹാജിയാർ പറഞ്ഞു. സാധാരണയായി ഓടം കടലിലിറക്കി ഓടത്തിന്റെ നില കൃത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോഴേ മണ്ഡപിമാരുടെ ഉത്കണ്ഠ തീരുകയുള്ളൂ. നമ്മുടെ ഓടത്തിന്റെ നില വളരെ കൃത്യമായിരുന്നുവല്ലോ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് ബോധ്യം വന്ന സന്ദർഭത്തിൽ എന്തു തോന്നി എന്നുള്ള ഞങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം അല്പനേരം നിശബ്ദനായി. പിന്നെ ഇടറുന്ന ശബ്ദത്തിൽ അത് തങ്ങൾ പലക നിർത്തിയതിന്റെ കൃത്യത ആണ് എന്ന് സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഹാജിയാർ പറഞ്ഞു നിർത്തി. ഈ വിജയത്തിനുള്ള അർഹതയിൽ തന്റെ സഹപ്രവർത്തകരെ കൂടി ചേർക്കാൻ അദ്ദേഹം അപ്പോഴും മറന്നില്ല. തീർച്ചയായും അവർക്ക് അഭിമാനിക്കാം. നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത എത്രയോ കഴിവുകൾ വർഷങ്ങൾക്ക് മുമ്പേ അവർ സ്വന്തമാക്കി സ്വയം പര്യാപ്തരായി അഭിമാനികളായി ജീവിച്ചു. യന്ത്രയുഗത്തിന്റെ ഇരമ്പലിലും ശാസ്ത്രത്തിന്റെ വിസ്മയത്തിലും പതറാതെ സൗമ്യരായി നമുക്ക് മുമ്പേ നടക്കുന്നവരാണിവർ. നമുക്ക് നഷ്ടമാവുന്ന വിജ്ഞാന സമ്പത്തിന്റെ ഉടമകൾ തന്നെ തീർച്ച. മണ്ഡപി, മാൽമി എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരാളെ നമുക്കിനി പരിചയപ്പെടാം. ജായിക്കോയ എന്ന ദ്വീപുകാർ ബഹുമാന പുരസ്സരം വിളിക്കുന്ന കാക്കയില്ലം അബ്ദുൾ ഖാദർ. ഇദ്ദേഹം ഓടം നിർമ്മാണ മേഖലയിലെ മറ്റൊരു പേരെടുത്ത മണ്ഡപിയാണ്. ഒരു മണ്ഡപി എന്നതിൽ കവിഞ്ഞ് ലക്ഷദ്വീപിലെ പരമ്പരാഗത നാവിക ശാസ്ത്ര വിദഗ്ധൻ അഥവാ മാൽമി കൂടിയാണ് ശ്രീ ജായിക്കോയ. മാൽമി കണക്കുകൾ ജായിക്കോയക്ക് ഉള്ളം കൈയിലെ രേഖകൾ പോലെ സുപരിചിതം. പരമ്പരാഗത മാൽമിമാർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും ഉപയോഗം ദ്വീപുകളിൽ ഇല്ലാതായിട്ടും ജായിക്കോയ അവ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ പരമ്പരാഗത നാവിക ശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തുന്നവർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും നല്ല ഗൈഡ് കൂടിയാണ് ശ്രീ ജായിക്കോയ. അഡ്മിനിസ്ട്രേഷനു വേണ്ടി നിർമ്മിച്ച ഓടത്തിന്റെ മുൻനിര മണ്ഡപിമാരിൽ ഒരാൾ കൂടിയായ ജായിക്കോയ മുൻകാല ഓടം നിർമ്മാണത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു.
നിർമ്മാണത്തിനാവശ്യമായ വിവിധ വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ നാം അന്യ ദ്വീപുകളെ ആശ്രയിച്ചിരുന്നു. നാട്ടിലെ തലമൂത്ത മണ്ഡപിമാരുടെ അഭിപ്രായവും ആശീർവാദവും നേടുന്നതും നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു. ലക്ഷദ്വീപുകളിൽ കപ്പൽ ഗതാഗതം ആരംഭിച്ച് വളരെ നാളുകൾക്ക് ശേഷവും ദ്വീപോടങ്ങളുടെ ഉപയോഗം വിവിധ ദ്വീപുകളിൽ നിലനിന്നിരുന്നു. പിന്നീട് വളരെ പെട്ടെന്നാണ് ദ്വീപുകളിൽ നിന്നും ഓടങ്ങൾ അപ്രത്യക്ഷമായത്. കപ്പൽ ഗതാഗതം വർദ്ധിച്ചതാണോ ഇതിനുള്ള കാരണമെന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഓടങ്ങളിൽ യന്ത്രം ഘടിപ്പിച്ചിട്ടുള്ള പരീക്ഷണങ്ങളും അതോടൊപ്പം ഓടത്തേക്കാൾ വലിപ്പം കൂടിയ മഞ്ജുവിൻ്റെ ദ്വീപിലേക്കുള്ള വരവുമെല്ലാം കാരണങ്ങളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദ്വീപോടങ്ങളിൽ യന്ത്രം ഘടിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നിർമ്മാണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഓടത്തിലും യന്ത്രങ്ങൾ ഘടിപ്പിക്കാമെന്നും ഇന്നും യന്ത്രം ഘടിപ്പിച്ച ഓടങ്ങൾ ചെത്ലാത്ത് പോലുള്ള ചെറുദ്വീപുകൾക്ക് ഏറെ അനുയോജ്യമാണെന്നും ജായ്ക്കോയ പറഞ്ഞു. ഈ മേഖലയിൽ തനിക്ക് അറിവ് പകർന്നു തന്ന മുൻകാല മണ്ഡപിമാരെ ജായ്ക്കോയ അനുസ്മരിച്ചു. ശ്രീ അബ്ബാസ് കോയ, തിത്തിയപ്പുര കാക്ക, ചേക്കാക്കൽ ജായ്ക്കോയ, പൊന്നുവ്വ, വടക്കിള മേലിളപ്പുര കിടാവ് തുടങ്ങിയ പ്രതിഭാശാലികളായ മണ്ഡപിമാരിൽ നിന്നും പകർന്നു കിട്ടിയ അറിവും അവരോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചതും ജീവിതത്തിലെ മഹാഭാഗ്യമായി ജായ്ക്കോയ കരുതുന്നു. ലക്ഷദ്വീപിലെ പരമ്പരാഗത നാവിക ശാസ്ത്രത്തെക്കുറിച്ച് അറിയാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ജായ്ക്കോയ സന്തോഷത്തോടെ ആവശ്യമുള്ളവ ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. വളരെ കാലങ്ങളായി ഈ വിഷയത്തിൽ ആരും താൽപ്പര്യം കാണിക്കാറില്ലെന്ന് ജായ്ക്കോയ പരിതപിക്കുന്നു. ചെറുപ്പകാലത്ത് തങ്ങളുടെ ഓടം കരയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കെ ഓത്തുപലകയുമായി അത് നോക്കി നിന്ന തന്നെ ബാപ്പ ഓടത്തിൽ കയറ്റുകയും അങ്ങനെ തൻ്റെ കരയിലേക്കുള്ള ആദ്യ സമുദ്രയാത്ര ആരംഭിച്ചതായും ജായ്ക്കോയ ഓർമ്മിച്ചു. അതിനുശേഷം ദിവസങ്ങളും മാസങ്ങളും നീണ്ട എത്രയെത്ര യാത്രകൾ. താൻ മാൽമിയായി നേതൃത്വം നൽകിയ യാത്രകൾ തിട്ടപ്പെടുത്താൻ ജായ്ക്കോയക്ക് പോലും അല്പം ആലോചിക്കേണ്ടി വന്നു. കരകാണാക്കടലിൽ ദിവസങ്ങളും മാസങ്ങളും നീണ്ട യാത്രയിൽ ദിശയും സ്ഥാനവും കണ്ടുപിടിക്കുന്ന വിധം ജായ്ക്കോയ വിവരിച്ചു തന്നു. അതിനുള്ള മർമ്മപ്രധാനമായ ഉപകരണങ്ങളാണ് കോമ്പസ് അഥവാ സംഹ, സെക്സ്റ്റന്റ് അഥവാ കമാൻ, ഇതിനെ പലക എന്നും വിളിക്കും. പലകയുടെ ഉപയോഗം ജായ്ക്കോയ വിവരിച്ചത് ഇങ്ങനെ: സൂര്യൻ ഉച്ചസ്ഥായിയിലിരിക്കുമ്പോൾ കമാൻ എന്ന ഉപകരണത്തിൻ്റെ പ്രത്യേക ദ്വാരത്തിലൂടെ സൂര്യനെ നോക്കുകയും നോട്ടം കൃത്യമായെന്ന ബോധ്യം വന്നാൽ പലകയിലെ പ്രത്യേക നോബ് പതുക്കെ തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സൂര്യൻ സ്ഥാനം മാറുന്നതായും അസ്തമനത്തിലേക്ക് അടുക്കുന്നതായും തോന്നും. യഥാർത്ഥത്തിൽ നോബ് തിരിക്കുമ്പോൾ കമാനിലെ സൂചി അല്പാൽപം തിരിയുകയും പലകയിലെ തന്നെ സ്കെയിലിൽ കൃത്യമായ റീഡിംഗ് കാണിക്കുകയും ചെയ്യും. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു എന്ന് ബോധ്യം വന്നാൽ കമാനിലെ സൂചി കാണിക്കുന്ന റീഡിംഗ് പരിശോധിച്ച് ഇതിനെ റഹ്മാനിയ എന്ന ഗ്രന്ഥത്തിലെ ചാർട്ടുമായി താരതമ്യം ചെയ്താണ് ഈ നാവികർ തങ്ങളുടെ ഓടത്തിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നത്. കാറ്റും കോളും ഓടത്തിൻ്റെ പ്രയാണത്തിന് പ്രതികൂലമാകുന്നത് പോലെ തന്നെ കാറ്റു തീരെ ലഭിക്കാതിരിക്കുന്നതും കടൽ വളരെ ശാന്തമാകുന്നതും ഓടത്തിൻ്റെ ശരിയായ നീക്കത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. ഈ അവസ്ഥയ്ക്ക് കേമൽ എന്നാണ് പൊതുവെ ദ്വീപുകളിൽ പറയുന്നത്. മുമ്പോട്ടുള്ള ഗമനം നിലക്കുന്നതോടെ ഓടത്തിൻ്റെ ദിശ തെറ്റാൻ തുടങ്ങുന്നു. അത് മനസ്സിലായാൽ തന്നെ കാറ്റില്ലാത്തതിനാൽ ഓടത്തെ നേർദിശയിൽ നയിക്കാൻ കഴിയാതെ നിസ്സഹായരായി ഇരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ടെന്ന ജായ്ക്കോയയുടെ വിവരണം ഞങ്ങളിൽ ഏറെ ജിജ്ഞാസ വളർത്തി. ഓടം ഏത് ദിശയിലേക്ക് ഒഴുകുന്നു എന്നറിയേണ്ടത് ഒരു മാൽമിയെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമാണ്. കാരണം എങ്കിൽ മാത്രമേ കാറ്റ് വീശി തുടങ്ങുമ്പോൾ സമഹയിൽ, അതായത് കോമ്പസിൽ കൃത്യമായി ദിശ ശരിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. കാറ്റ് ലഭിക്കാത്ത കേമൽ എന്ന അവസ്ഥയിൽ ഓടം ഒഴുകുന്ന ദിശ എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചപ്പോൾ അതിന് ചില പൊടിക്കൈകൾ പ്രയോഗിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ചിരട്ടയിൽ അല്പം വെണ്ണീർ കുതിർത്ത് ചിരട്ട ആദ്യം വെള്ളത്തിൽ പതിക്കത്തക്ക വിധം കടലിലേക്കിടുന്നു.
അപ്പോൾ ചിരട്ട കടലിൽ താഴ്ന്നു പോവുകയും അതിലെ വെണ്ണീർ പതുക്കെ കടൽ വെള്ളത്തിൽ ലയിക്കാൻ തുടങ്ങുകയും ചെയ്യും. ലയിച്ചു തുടങ്ങിയ വെണ്ണീർ ശകലങ്ങളുടെ മധ്യഭാഗം കടലിൽ ഏതെങ്കിലും ദിശയിലേക്ക് വലിക്കപ്പെടുന്നുവെങ്കിൽ ഓടം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിശ മാൽമി കൃത്യമായി മനസ്സിലാക്കിയിരിക്കും. കമാൻ അഥവാ പലക ഓടത്തിൽ ഇല്ലെങ്കിൽ പോലും കൈവിരലുകൾ പ്രത്യേക രീതിയിൽ പിടിച്ച് സ്ഥാനനിർണയം നടത്തുന്ന വിധം ജായ്ക്കോയെ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ തികച്ചും അത്ഭുതപ്പെട്ടുപോയി. ആധുനിക യന്ത്രങ്ങളിൽ മിന്നിമറയുന്ന അക്ഷരങ്ങൾ മാത്രം കണ്ട ഇന്നത്തെ തലമുറയുടെ ചിന്തകൾക്കും എത്രയോ അതീതമാണ് ജായ്ക്കോയെ പോലുള്ളവരുടെ ആത്മധൈര്യവും സഹനശേഷിയും. നമ്മുടെ തനതായ ഈ ശാസ്ത്രശാഖ പഠിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെട്ട് സമീപിച്ചിരുന്നോ എന്ന് ആരാഞ്ഞപ്പോൾ അന്യനാടുകളിൽ നിന്നും ചിലർ വന്നിരുന്നുവെന്നും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കാൻ നടത്തിയ ശ്രമം പഠിതാക്കളുടെ ഉത്സാഹക്കുറവ് മൂലം ഉപേക്ഷിച്ചുവെന്നും വേദനയോടെ ജായ്ക്കോയ പറഞ്ഞു. നമ്മുടെ പരമ്പരാഗത നാവിക ശാസ്ത്രവിദ്യയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഗ്രന്ഥം ഏതാണെന്നറിയാൻ ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു. അരികിൽ വെച്ചിരുന്ന ഗ്രന്ഥം നിവർത്തി കാണിച്ച് റഹ്മാനിയ എന്ന് ജായ്ക്കോയ പറഞ്ഞു. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവിനെക്കുറിച്ചും രചനയെക്കുറിച്ചും ഒരു ചെറു വിവരണം തരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കവിതാശകലം അദ്ദേഹം മൂളുകയുണ്ടായി. ഒരുവനെന്ന് വിശ്വസിച്ചുകൊള്ളുക, തിന്മയ്ക്കൊരു ഗുരുത്തി യുവത്തിരറിയവനോട് മികച്ച മുഹമ്മദിലൂടെ താമരാളത്തിൽ ചൊല്ലിയാൽ നേർപ്പാർത്ത് കാറ്ററിഞ്ഞ് വായ്മേൽ വെളിയവർക്കും മരക്കറോട്ട് എല്ലാവർക്കും നിർത്താൻ താനായി ഉള്ളിൽ അബൂബക്കർ അലി ഉസ്താദ്. അറേബ്യയിലെ അബൂബക്കർ ഷൈഖ് ഉസ്താദ് എന്ന മഹാപണ്ഡിതനാണ് അറബി ഭാഷയിൽ ആദ്യമായി നാവികശാസ്ത്ര ഗ്രന്ഥം തയ്യാറാക്കിയത്. എന്നാൽ റഹ്മാനിയ എന്ന ഗ്രന്ഥം എഴുതിയത് കേരളത്തിലെ മലപ്പുറം ജില്ല സ്വദേശിയായ റഹീം എന്ന ആളാണത്രേ. അദ്ദേഹം ഷംസീർ എന്ന രാജ്യത്ത് മതപഠനാർത്ഥം പോവുകയും അവിടെ വെച്ച് നാവികശാസ്ത്ര വിദ്യകൾ പഠിക്കുകയും തിരികെ മലപ്പുറത്ത് വന്നപ്പോൾ റഹ്മാനിയ എന്ന നാവികശാസ്ത്ര ഗ്രന്ഥം രചിക്കുകയുമാണ് ഉണ്ടായത്. സാധാരണയായി മാൽമി കണക്ക് എങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങുക എന്ന് ചോദിച്ചപ്പോൾ അതൊരു ചെറിയ കണക്കിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ജായ്ക്കോയ ആ കണക്ക് ഞങ്ങളോട് ചോദിച്ചു. കാലിറക്കാൽ പൈസക്ക് ഞാൻ ഒരു പൂച്ച വാങ്ങി ഒരു മാസം പോറ്റി 4 ഇറക്കാൽ ഞാൻ അത് പിടിച്ചു കളഞ്ഞു. മനസ്സിലാകേണ്ടി വന്നത് കാലിറക്കാൽ പൈസക്ക് ഞാൻ ഒരു പൂച്ച വേണ്ടി ഒരു മാസം പോറ്റി 4 ഇറക്കാൽ ഞാൻ അത് പിടിച്ചു കളഞ്ഞു. ഈ കണക്ക് പ്രകാരം ഒരു പൈസക്ക് നാം പൂച്ചയെ വേണ്ടി വളർത്തെങ്കിൽ ഒരു മാസം വളർത്താൽ ആ പൂച്ച എത്ര ഷെയർ എങ്ങനെയാണോ കുടിപ്പാം. അതിന് കണക്കാക്കി എടുത്തുകൊണ്ട് അത്ര അങ്ങനെ കുടിക്കും. 4 ഇറക്കാൽ പൈസക്ക് വേണ്ടിയ പൂച്ച 4 ഇറക്കാൽ ഷെയർ കുടിച്ചാൽ ഒരു പൈസക്ക് പൂച്ച എടുക്കണമെങ്കിൽ ഒരു പൂച്ച ഞാൻ കണക്കുണ്ടാക്കിയത് ഒരു പൈസക്ക് എത്ര പൂച്ച എടുക്കും? ഒരു പൂച്ചയെങ്കിൽ ഒരു പൈസക്ക് അങ്ങനെ 4 പൂച്ച കിട്ടും. അപ്പൊ 5 പൈസക്ക് എടുത്ത പൂച്ച എത്ര നേരം കിട്ടും, എത്ര കിട്ടും എന്നിങ്ങനെ ചൊല്ലേണ്ടി വരുന്നുണ്ട്. എടുക്കാം. നിസ്സാരമെന്ന് തോന്നാവുന്ന ആ ചോദ്യത്തിനു മുന്നിൽ നാം ഒന്ന് ചൂളിപ്പോവുകയോ അല്ലെങ്കിൽ എടുത്തു ചാടി ഉത്തരം പറഞ്ഞ് തെറ്റിക്കുകയോ ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് ജലവാഹനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ GPS അഥവാ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം എന്ന ഉപകരണത്തെ മാത്രം ആശ്രയിക്കുകയും നമ്മുടെ തനതായ വിദ്യകൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിൻ്റെയും കാരണമെന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ബുദ്ധിമുട്ടി പഠിക്കാൻ ആരും തയ്യാറാവുകയില്ലല്ലോ എന്ന് തെല്ല് നിരാശയോടെ ജായ്ക്കോയ പറഞ്ഞു. GPS എന്ന ഉപകരണത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുമോ എന്ന ചോദ്യത്തിന് തനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ലെന്നും എന്നാൽ വലിയ വലിയ രാജ്യങ്ങളുടെ കൃത്രിമ പേടകങ്ങളുമായി എന്തോ ബന്ധമുണ്ടെന്ന് മാത്രം കേട്ടിട്ടുണ്ടെന്നും വിനയത്തോടെ ജായ്ക്കോയ അറിയിച്ചു.
അതെ, ജായ്ക്കോയയുടെ ഉത്തരം 100% ശരിയാണ്. അമേരിക്കയുടെ 24 ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന GPS-ന്റെ ഹൃദയമിടിപ്പ്. അവർ ഉദ്ദേശിക്കുന്ന ഏതു സമയത്തും ആ സിഗ്നലുകൾ നിർത്തിവെക്കാൻ സാധിക്കും. അന്ന് നമ്മുടെ GPS-കൾ നിശ്ചലമാവും. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അധികമാരും ചിന്തിച്ചിരിക്കില്ല. ജായ്ക്കോയെ പോലുള്ളവർ അപ്പോഴും നിർഭയരായി സമചിത്തരായി തങ്ങളുടെ ഓടം നേർവഴി നയിക്കും. നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ സ്വന്തം വിജ്ഞാന സമ്പത്ത് തലമുറകൾക്കു വേണ്ടി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എല്ലാവരും ആ വഴിക്കൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് പരിതപിക്കാനേ ഞങ്ങൾക്കപ്പോൾ കഴിഞ്ഞുള്ളൂ. ഞങ്ങളുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ബാക്കിയാക്കി ജായ്ക്കോയെ സാവകാശം നടന്നു നീങ്ങി. കവുനീർമേൽ താമരയാകിൽ ഇടനാട് വരെയും ഇടനാട് വിട്ട് കുമരിയളവ് 1.5 മുതൽ കാശര അഞ്ചാന്തി കിടക്കും. കുമരി വിട്ട് തെക്കം കൊണ്ടൻ അളവ് അരമുതൽ കാശരസ്തമാനം വിട്ട് ഒരു ശതമാനം മേലെ കിടക്കും. അതാണ് തുടക്കം. ഈ ആദ്യത്തെ തുടക്കം അതല്ല. ഓടത്തിന്റെ പലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കയറുകൾ ഉപയോഗിച്ചാണ്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ തുത്താർ എന്ന് വിളിക്കുന്ന ചകിരിയാണ് ഇത്തരം കയറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഈ ഓടത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കയറ് നിർമ്മാണത്തിന് കുഞ്ഞിബി, തൈബി, ചെറിയബി, ഉമ്മില്ലത്തി, സുറാമ്പി ഊബി, സഫിയ, ഹാജാബി തുടങ്ങി 10ഓളം സ്ത്രീകളാണ് ഏർപ്പെട്ടിരുന്നത്. ഇവരുടെ ലീഡറായിരുന്ന തിരുവത്തപുര ഹുമൈറത്ത് കയർ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു തന്ന് ഞങ്ങളോട് സഹകരിച്ചു. പണ്ടെല്ലാം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചവര് വിരിക്കുന്ന ഏർപ്പാടെല്ലാം ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് എന്നാ അഭിപ്രായം? എന്തല്ല എൻ്റെ അമ്മാവെല്ലാം ചവരി കൊട്ടി മക്കമാക്ക് ചവരി ഇങ്ങനെ താരിടുവാൻ വേണ്ടിക്ക് ഇട്ട് തരും. ഞങ്ങൾ താരിട്ട് കൊടുത്താൽ അവ തിരിച്ച് പിന്നെ സ്കൂളെല്ലാം പോയിട്ട് വേണ്ടത്തേക്ക് റെഡിയാക്കി വയ്ക്കും. പച്ചരിക്കെല്ലാം കൊണ്ട് ഞങ്ങളൊക്കെ തന്നെ ചെന്ന് വിട്ടുവിടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം അത് ഇല്ലാതെ പോയി. പിന്നെ ഇപ്പൊ ഒരു ഓടം ഉണ്ടായില്ല, ഓടം പണിതല്ല അമ്മ നാട്ടിൽ. അതിനെ കുറെ പണിയെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിരുന്നില്ല. അതിനെക്കുറിച്ച് ചവരി കിട്ടാതെ കൊണ്ട് പുറത്തുണ്ടെല്ലാം ചവരി വേറെ ആൾക്കാരെ വേണ്ടി എന്ന് പണി നിങ്ങളെ ഏൽപ്പിച്ചത് ചവരി തിരിപ്പാൻ വേണ്ടിക്ക് വിത്താർ തിരിപ്പാൻ വേണ്ടിക്ക്. എന്നിട്ട് ചവരി നമ്മ കടയില്ലാതെ പുറത്തുനിന്ന് ആൾക്കാരുടെ ചവരി വേണ്ടി നമുക്ക് തൂക്കി കിലോ കണക്കാക്കി തന്നെ. പിന്നെ ഓടത്തെ കയറ് ഓടത്തും ഉപയോഗിക്കുന്ന കയറ് തിരിപ്പാൻ വേണ്ടിക്ക് വിത്താർ തിരിപ്പാൻ വേണ്ടിക്ക് ഈ കയറിന് പേരാണ് വിത്താരെന്നാണ് ചൊല്ലുണ്ട്. ഇത് മുന്നേ ഇങ്ങനത്തെ പണി ചെയ്യുന്നില്ല? ഇല്ല, എല്ലാം എവിടെയും ചെയ്തില്ല. ഇങ്ങനെ കയറുണ്ടാക്കി കൊടുക്കുന്ന എല്ലാം കൂടിയെങ്കില് ചെയ്യെങ്കില് ഇപ്പൊ ഫസ്റ്റിലാണ് തന്നെ ആദ്യമായിട്ട് തുടങ്ങിയത്. ഇതെങ്ങനെ എളുപ്പമുള്ള പണിയാ ഈ കയറുണ്ടാക്കി? പഠിച്ചറിഞ്ഞാലെല്ലാം എളുപ്പമുള്ളത്. ഈ വേറെ കയറുണ്ട് ഈ കയറും തമ്മിലുള്ള വ്യത്യാസം തന്നെ. ഇപ്പൊ നമ്മ കടല് നേച്ച ചകരി കൊണ്ടുണ്ടാക്കിയത് നല്ല ബലമും കൊണ്ട് അതിന് ഒരു പ്രത്യേകത ഉണ്ട്. അവ കാക്കാമക്കല്ലാതെ ഞാൻ ബാപ്പാമക്കല്ല അതിനെപ്പറ്റി അറിയാം. അത്ര വിവരം കഴിഞ്ഞില്ല. പിന്നെ ഇത് ഓരോ ഘട്ടങ്ങളുണ്ടല്ലേ ഇങ്ങനെ കയറുണ്ടാക്കുക? ആദ്യം ഓരോ പണിയും ചെയ്യണ്ടില്ല അതിനെ? ആദ്യം ചവരി ചിക്കി ഇല്ല, ആദ്യം തൊട്ട് അതായത് എന്നുണ്ട് തുടങ്ങേണ്ടത്. പാരത്തേക്ക് തോടി അങ്ങനത്തെ അല്ലാണ്ട് തേങ്ങ ഇങ്ങനെ ഇട്ടിട്ടാല് അതിനെ പച്ച തേങ്ങ പിടിച്ച് തോടി കൊണ്ടുപോയി പാരത്തേക്ക് ഇട്ട് അത് പിന്നെ കല്ലങ്ങലം വെച്ച് കുറെ ഒരു വർഷത്തോളത്തേന് ചകരിയാകും. വീണ്ടും പിന്നെ അത് തുറപ്പിച്ചിട്ടും കല്ലിന് ഇട്ടടുത്തിന് തുറപ്പിച്ചിട്ടും ചവരി എടുത്ത് പിന്നെ ചവരി എടുത്ത് ഉരിച്ച് അതിനെ കൊട്ടി പിന്നെ മറ്റേ ഉണക്കിയെടുത്ത് ഇങ്ങനെ നെല്ലും ചേട്ടയും വേർതിരിച്ചെടുത്ത് അതിന് പിന്നെ നെല്ല ചവരി കൊണ്ട് തിത്താർധാരണം ചേട്ടയെ കൊണ്ട് തടിച്ചത് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉപയോഗത്തിന് വല്ല വേലി കെട്ടുവാനോ അങ്ങനെ മീനെ വേറെ ഫലത്തെ ഞാൻ തിരിച്ചെടുക്കും. അങ്ങനെയാണ് കൂടുതൽ വേണ്ടി തിത്താർ ഫലത്തെ നെല്ല ചവരി നോക്കി തിത്താർ തിരിച്ചെടുക്കുന്നത്.
നിങ്ങൾ എത്ര ആൾക്കാരുണ്ടാകും? ഈ 10 ആൾക്കാർ. ഇത് പൈസ എല്ലാം തന്നെയാണോ? ഓ പൈസ എല്ലാം മാസത്തേക്ക് 2400 രൂപ പോലെ തന്നെയാണ്. ശരി. പിന്നെ ചകിരിയെല്ലാം അവ തന്നതോ അല്ല നിങ്ങൾ സ്വന്തമായിട്ട് കിട്ടാതെ പുറത്തുനിന്ന് വേറെ ആൾക്കാരെ വേണ്ടിച്ചെല്ലാം എടുക്കണേ. നമുക്ക് സ്വന്തം ഇല്ലാതെ കൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരെ തന്നെ വേണ്ടിച്ചനെ. അല്ല അവ തന്നെയല്ലേ അയ്യോടെ അവ വേണ്ടിച്ച് തന്നെ. പിന്നെ ഇപ്പൊ 10 ആളുണ്ടെന്ന് ജില്ലയിലെ അതിന് ഓരോരുത്തർക്കും ഓരോ പണി ഏൽപ്പിച്ചിരുന്നു. അതോ ഇനി എല്ലാരും കൂട്ടം കൂടി എല്ലാ പണിയും ഒപ്പിച്ച് ചെയ്തോ? അത് ഓരോരുത്തരെയും വെമ്മേറെ വിട്ടാൽ പിന്നെ ഞങ്ങൾ 5-6 പേർ ഒന്നിച്ച് ഒരു തടി ഇളച്ച് ഉത്സാഹമുള്ള പോലെ തിരുപ്പാൻ വേണ്ടിക്ക് ഒന്നിച്ചിളച്ച് തിരിച്ചു. 2006 മാർച്ച് 3 ആരംഭിച്ച ഓടം നിർമ്മാണം അങ്ങനെ 10 മാസത്തെ ശ്രമകരമായ ജോലികൾക്കൊടുവിൽ പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ 300 ദിവസത്തെ നിതാന്ത പരിശ്രമം. ഓടം അതിൻ്റെ സർവ്വവിധ പ്രൗഢിയോടും കൂടെ ചെത്തലാത്തിൻ്റെ പഞ്ചാരമണലിൽ പുനർസൃഷ്ടിക്കപ്പെട്ടു. മണ്ഡപിമാർ അതിൻ്റെ അവസാന മിനുക്കുപണികളും പൂർത്തിയാക്കി. ഓടത്തിൻ്റെ അകഭാഗത്ത് ബ്ലാക്ക് എണ്ണയും പുറത്ത് താറും തേച്ച് മോടി പിടിപ്പിച്ചു. ചില ഭാഗങ്ങൾക്ക് വെള്ള നിറം കൊടുക്കേണ്ടിയിരുന്നു. അതിന് കുമ്മായം പ്രത്യേക രീതിയിൽ കലക്കി തേക്കുമായിരുന്നു പണ്ടൊക്കെ. ഇന്ന് ആ സ്ഥാനം ആധുനിക ചായങ്ങൾക്ക് വഴിമാറി. ചത്തിരിയുടെ നിൽപ്പും ചുടുതാമ്പുരയുടെ ഭരിച്ചിലും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. അണിയത്ത ഭാഷി അഥവാ കോലിൻ്റെ നിൽപ്പിൽ മണ്ഡപിമാർ ഒന്നടങ്കം സംതൃപ്തി രേഖപ്പെടുത്തി. ഇനി കടലിലിറക്കണം. 2007 ജനുവരി 14 ഓടം കടലിലിറക്കുന്നത് ഇന്നാണ്. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന പാണ്ഡ്യാലയിൽ നിന്നും തലേന്നാൾ തന്നെ ഓടം പുറത്തിറക്കിയിരുന്നു. ഓടം ഇറക്കുന്ന ചടങ്ങ് പരമ്പരാഗതവും വർണ്ണശബളവുമാക്കാൻ സംഘാടകർ വിപുലമായ ഏർപ്പാടുകൾ തന്നെ ചെയ്തിരുന്നു. വിശിഷ്ടാതിഥികൾക്കും ക്ഷണിക്കപ്പെട്ടവർക്കും ഇരിക്കാൻ പ്രത്യേകം പന്തലൊരുക്കി. തിങ്ങി നിറഞ്ഞ കാണികൾക്ക് ഓടം ഇറക്കുന്ന ചടങ്ങുകൾ വീക്ഷിക്കാൻ സൗകര്യപ്രദമായ വിധത്തിൽ അവർക്ക് നിൽക്കാനുള്ള സ്ഥാനം നിർണയിച്ചിരുന്നു. രാവിലെ മുതൽ ഓടത്തെ അലങ്കരിക്കാൻ തുടങ്ങിയിരുന്നു. പ്രധാനപ്പെട്ട 2 പള്ളികളായ മുഹ്ദീൻ പള്ളി, പുറത്ത് പള്ളി എന്നിവിടങ്ങളിലെ കൊടി ഓടത്തിൽ വലിച്ചിരുന്നു. ഓടത്തിൽ പാറിക്കളിക്കുന്ന ഈ കൊടി ഏതു കാര്യത്തിനും പവിത്രമായ ഒരു മതപരിവേഷം നൽകുമെന്ന് ഇവിടത്തുകാർ കരുതിപ്പോന്നു. ഓടത്തിന്റെ മന്ദിരാണത്തിൽ ചെന്തെങ്ങിന്റെ ഇളനേർ തൂക്കിയിട്ടും ഓടത്തിനു ചുറ്റും പത്തിരി തൂക്കിയും അലങ്കരിക്കാറുണ്ട്. മറ്റൊരു ചടങ്ങായ കവരലിനു വേണ്ടിയാണിത്. തെങ്ങിന്റെ ഇളം തളിരോല കൊണ്ടും പല വർണ്ണത്തിലുള്ള കടലാസുകൾ കൊണ്ടും ഓടം അലങ്കരിച്ചിരുന്നു. പുറത്തു പള്ളിയിൽ നിന്നും മൊയ്തീൻ പള്ളിയിൽ നിന്നുമുള്ള ദിക്റുകാരുടെ വരവ് കൂടിയായപ്പോൾ രംഗം ഒന്നുകൂടെ ഉഷാറായതുപോലെ. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും നേരത്തെ തന്നെ എത്തിത്തുടങ്ങിയിരുന്നു. എത്തിയവർ വിശിഷ്ട അതിഥിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നോക്കിയും സർവ്വവിധ അലങ്കാരഭൂഷാദികളോടും കൂടെ കടലും നോക്കി നിമിഷങ്ങൾ എണ്ണുന്ന ഓടത്തെ നോക്കിയും അത്ഭുതം കൂറി. കഥകൾ പോലെ പറഞ്ഞു കേൾക്കുക മാത്രം ചെയ്ത സംഭവങ്ങൾ നേരിൽ കാണാനുള്ള തിടുക്കം കാണികളുടെ നോക്കിലും വാക്കിലും പ്രകടമായിരുന്നു. ഇനി വിശിഷ്ട അതിഥി എത്തിച്ചേരുകയേ വേണ്ടൂ. സംഘാടകർ അവസാന ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. പന്തൽ നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ്. ഓടത്തിന് ഇരുവശവുമുള്ള പഞ്ചാരമണലിൽ സ്ത്രീകളും കുട്ടികളും മണിക്കൂറുകളായി കാത്തിരിക്കുന്നു. വീണു കിട്ടിയ ഈ അവസരം കളിച്ചു തിമർക്കുകയാണ് കൊച്ചുകുട്ടികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കടലിലിറങ്ങി കുളിച്ച് തിമിർക്കാൻ ആരുടെയും അനുവാദം വേണ്ടെന്ന മട്ടാണ്. നാട്ടുകാരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ സെൽവരാജ് എത്തിച്ചേർന്നു. ലക്ഷദ്വീപിലെ പാർലമെന്റ് അംഗം ശ്രീ പി പൂക്കുഞ്ഞിക്കോയ, വില്ലേജ് ദ്വീപ് പഞ്ചായത്ത് ചീഫ് കൗൺസിലർ ശ്രീ UCK തങ്ങൾ, ലക്ഷദ്വീപ് സയൻസ് ടെക്നോളജി മേധാവി ശ്രീ MS സയ്യിദ് ഇസ്മയിൽ കോയ എന്നിവർ അഡ്മിനിസ്ട്രേറ്ററെ അനുഗമിച്ചിരുന്നു.
തലൈ മണ്ഡപി ശ്രീ റാബിയാപുര യൂസഫും സംഘാടകനായ ശ്രീ ആഷിയോട കുഞ്ഞിക്കോയ ഹാജിയും മറ്റ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അഡ്മിനിസ്ട്രേറ്ററെ സ്വീകരിച്ചു. തന്നെ സ്വീകരിക്കാനെത്തിയവരെ പരിചയപ്പെട്ട ശേഷം നാട്ടുകാരുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു നീങ്ങിയ അഡ്മിനിസ്ട്രേറ്റർ പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടതോടെ അവരോട് കുശലം പറയാൻ തുടങ്ങിയത് നാട്ടുകാർക്ക് കൗതുകകരമായി. പ്രധാന വേദിക്ക് അരികിലെത്തിയിട്ടും കുട്ടികളുടെ അടുത്തു ചെല്ലാൻ അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ കുട്ടികളോട് കുശലം പറഞ്ഞും വലിയവരോട് ബഹുമാനം പ്രകടിപ്പിച്ചും ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയും അഡ്മിനിസ്ട്രേറ്റർ അക്ഷരാർത്ഥത്തിൽ ഒരു സാധാരണ നാട്ടുകാരനായി മാറുകയായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളിൽ അഡ്മിനിസ്ട്രേറ്ററെ കൂടാതെ പാർലമെന്റ് അംഗം ശ്രീ പൂക്കുഞ്ഞിക്കോയ, ഈ ഓട നിർമ്മാണത്തിന്റെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ശ്രീ MS സായിദ് ഇസ്മായിൽ കോയ, ചത്ലത്ത് വില്ലേജ് ദ്വീപ് ചെയർപേഴ്സൺ ശ്രീമതി താജുനീസ, ചത്ലത്ത് ഖാസി ശ്രീ അബ്ദുൾ റഷീദ് മദനി, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ ശ്രീ KB അഹമ്മദ് കോയ, ചത്ലത്ത് അഡീഷണൽ സബ് ഡിവിഷണൽ ഓഫീസർ ശ്രീ തങ്ങൾ കോയ എന്നിവരും സന്നിഹിതരായിരുന്നു. അതിഥിയായെത്തിയ ചീഫ് കൗൺസിലർ ശ്രീ UCK തങ്ങൾ ദിക്റുകാരോടൊപ്പം ചേരുകയാണുണ്ടായത്. പരമ്പരാഗത ശൈലിയിലും തനിമയിലും ദിക്ർ ആരംഭിച്ചു. പുറത്തു പള്ളിയിൽ നിന്നുമെത്തിയ ദിക്റുകാരിൽ നിന്നുള്ള ശ്രീ കിളാബേലിയം ഷൈഖ് കോയയാണ് ബൈത്ത് ആരംഭിച്ചുകൊണ്ട് ദിക്റിന് നേതൃത്വം നൽകിയത്. തെങ്ങോലകളുടെ ശീതള ഛായയിലിരുന്ന് കടൽക്കാറ്റിന്റെ കുളിർമയുന്നുകർന്ന് ഈ രംഗങ്ങൾ വീക്ഷിക്കുന്ന ഉമ്മമാർക്ക് ഓടം ഇറക്കൽ പുതുമയല്ലെങ്കിലും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ സാന്നിധ്യത്തിലുള്ള ഈ ചടങ്ങുകൾ ഒരുപക്ഷെ ആദ്യമായിരിക്കാം. ദിക്ർ അവസാനിച്ചതോടെ പാർലമെന്റ് അംഗം ശ്രീ പൂക്കുഞ്ഞിക്കോയ ദിക്റിൽ പങ്കെടുത്തവരെ അനുമോദിക്കുവാൻ അടുത്തെത്തി. പിന്നീടങ്ങോട്ട് കാണികൾക്കാകെ ഒരിളക്കം. ചെറുപ്പക്കാരുടെ ശ്രദ്ധ ഓടത്തെ അലങ്കരിച്ചിരുന്ന ചെന്തെങ്ങിന്റെ ഇളനീരിലേക്കും പലഹാരങ്ങളിലേക്കും തിരിഞ്ഞു. ഏത് നിമിഷവും അവ കവർന്നെടുക്കപ്പെടും എന്ന അവസ്ഥ. തലൈ മണ്ഡപിയെയും മറ്റും ബഹുമാനിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ സർവരാജ് തലൈ മണ്ഡപിയെ ബഹുമാനാർത്ഥം പൊന്നാട അണിയിക്കുകയും പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും കാണികളുടെ ക്ഷമ പൂർണ്ണമായും നശിച്ചതുപോലെ തോന്നി. ഓടത്തിന് ചുറ്റും തിങ്ങിക്കൂടിയ ജനങ്ങളെ നിയന്ത്രിക്കുവാൻ പോലീസുകാർ പാടുപെട്ടു. അടുത്തതായി ചീരണി ചുറ്റൽ എന്ന ചടങ്ങാണ്. വെള്ള വസ്ത്രം ധരിച്ച ചെറിയ ആൺകുട്ടികൾ തുണിക്കച്ചയിൽ ചീരണിയുമായി ഓടത്തെ പല പ്രാവശ്യം വലം വെക്കുന്നതാണ് ചീരണി ചുറ്റൽ. വറുത്ത അരിയും തേങ്ങയുടെ ചീളുകളുമായിരിക്കും മിക്കവാറും ഈ ചീരണി. ഓടത്തെ വലം വെച്ച ശേഷം ഈ ചീരണി കൂട്ടുകാരുമായി പങ്കിട്ട് കഴിക്കുകയാണ് പതിവ്. തലൈ മണ്ഡപിയായിരിക്കും സാധാരണഗതിയിൽ കുട്ടികൾക്കിത് നൽകുന്നത്. ചീരണി ചുറ്റൽ കഴിഞ്ഞാൽ പ്രാർത്ഥനയായി. പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത് ചത്ലത്ത് ദ്വീപിലെ ഖാസി ശ്രീ അബ്ദുൾ റഷീദ് മദനിയാണ്. സാഗരത്തിൻ്റെ അനന്തവിശാലതയിലേക്ക് പുതിയൊരു നൗക അർപ്പിക്കുകയാണ്. ഇതിൻ്റെ യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും കൂടാതെ മറുകരയിൽ കണക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ജഗനിയന്താവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. ബേട്ടെറിയലാണ് അടുത്ത ചടങ്ങ്. മലയാളത്തിൽ ഇതിന് തേങ്ങ ഉടക്കൽ എന്ന് പറയും. അഡ്മിനിസ്ട്രേറ്റർ ബേട്ട് എറിഞ്ഞതും നാട്ടുകാർ എല്ലാ നിയന്ത്രണവും കാവലും ഭേദിച്ച് ഓടത്തിനെ അലങ്കരിച്ച ഇളനീരിനും പത്തിരിക്കും നേരെ ഇരമ്പിയെടുത്തു. കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചു പറിച്ച് സ്വന്തമാക്കി. ചിലർ കിട്ടിയതുമായി തുള്ളിച്ചാടുമ്പോൾ കിട്ടാത്തവർ ബാക്കിയുള്ളവയ്ക്ക് നേരെ ഓടുകയായിരുന്നു. ജനങ്ങൾ സന്തോഷം കൊണ്ട് ആർത്തു വിളിച്ചു. ആകെ കൂടി ഉത്സവത്തിന്റെ പ്രതീതി. എല്ലാവരുടെ മുഖത്തും ആഹ്ലാദം അലതല്ലി നിന്ന നിമിഷങ്ങളായിരുന്നു. പഴയ കാലത്തെന്ന പോലെ ജനങ്ങൾ ഓടമിറക്കുന്നതിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ, ആ സന്തോഷം എല്ലാം സ്വയം മറന്ന് ആസ്വദിക്കുകയായിരുന്നു. ഈ ആർപ്പുവിളിയും കവരലും നടക്കുന്നതിനിടയിൽ ബാങ്ക് വിളിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. അല്ലാഹു മഹാൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏവരെയും നിശബ്ദരാക്കി ബാങ്ക് വിളി മുഴങ്ങി.
പുതിയ ഓടത്തിൽ കയറി ബാങ്ക് വിളിക്കാനുള്ള ഭാഗ്യം മുത്താരി എന്ന് വിളിക്കുന്ന ചെറിയ പാണ്ഡ്യല സുലൈമാന് സ്വന്തമായി. ഈ ഓടത്തിന്റെ മുട്ടെടുക്കൽ കർമ്മം ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ തലൈമണ്ഡപിയുടെ അനുമതിയോടെയും ആശീർവാദത്തോടെയും നിർവഹിച്ചപ്പോൾ ആൾക്കാർ പ്രായഭേദമന്യേ ഓടം വലിച്ചിറക്കാൻ വേണ്ടിയുള്ള വടം പിടിക്കാൻ നീങ്ങുകയായി. സാധാരണയായി ഓടം ഇറക്കുമ്പോൾ വലിക്കുന്നവർക്ക് ഉത്സാഹം പകരാൻ താളത്തിൽ പാടാറുണ്ട്. ആഞ്ഞു പിടിച്ചോളാൻ മറ്റുള്ളവർക്ക് താളത്തിൽ നിർദ്ദേശം നൽകുന്നതാണ് ഈ പാട്ടിന്റെ പ്രത്യേകത. ശ്രീ പൂക്കുഞ്ഞിക്കോയ പാട്ട് ആരംഭിച്ചത് എല്ലാവർക്കും ഉത്സാഹവും ആവേശവും നൽകി. ഒരു പറ്റം ആളുകൾ വലിച്ചിറക്കുന്നതിൽ വ്യാപൃതരായപ്പോൾ കടപ്പുറത്ത് തടിച്ചുകൂടിയ കാണികൾ ഓടത്തിന്റെ ഓരോ ചലനവും സാഹൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത്ഭുതവും ജിജ്ഞാസയും അവരുടെ കണ്ണുകളിൽ തത്തിക്കളിച്ചു. ഒരുപക്ഷെ ഈ ചെറുതുരുത്തിൽ അവർ കാണുന്ന ഏറ്റവും വലിയ തദ്ദേശ നിർമ്മിത ജലവാഹനം ഈ ഓടമായിരിക്കാം. ഉമ്മമാർ പറഞ്ഞു തന്ന കഥകളിൽ മാത്രം കേട്ട ഓടം സാവകാശം കടലിലേക്ക് നീങ്ങുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കഥകൾ യാഥാർത്ഥ്യമാവുന്ന നിമിഷങ്ങളാണ്.
ഓടം കടലിലെത്തി. ഒരു വർഷം മുഴുവൻ രാപ്പകലില്ലാതെയുള്ള അധ്വാനം ലക്ഷ്യം കണ്ട നിമിഷം. ലക്ഷദ്വീപിന്റെ ചരിത്ര പൈതൃകം വീണ്ടും ഒരിക്കൽ കൂടി പുത്തൻ തലമുറയ്ക്ക് വേണ്ടി സ്വരുക്കൂട്ടിയതിന്റെ ധന്യ നിമിഷങ്ങൾ. പോയിമറിഞ്ഞ ഒരുപാട് വസന്തങ്ങളുടെ മനോഹര ചിത്രമായി, അറിവിന്റെയും കലയുടെയും പ്രതാപത്തിന്റെയും ചിഹ്നമായി ദ്വീപുകാർ എന്നും കണ്ടിരുന്ന ദ്വീപോടം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായാണ് ഈ ഓടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വൻകരയിൽ നിന്നും കൊണ്ടുവന്ന നിർമ്മാണ വസ്തുക്കൾക്കും ദ്വീപിൽ നിന്നും വാങ്ങിച്ച വിവിധ വസ്തുക്കൾക്കും തൊഴിലാളികളുടെ വേതനത്തിനുമൊക്കെയായി ഓടം നിർമ്മാണത്തിന് ഏകദേശം 15 ലക്ഷം രൂപ ചിലവിട്ടിരുന്നു. ഇത്രയും ഭീമമായ തുക ചെലവഴിച്ച് ഓടം നിർമ്മിച്ച് നമ്മുടെ ചരിത്രത്തിന് ഒരു സ്മാരകമൊരുക്കിയ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനോട് നാം എത്രയോ കടപ്പെട്ടിരിക്കുന്നു. അഭിമാനകരമായ ഈ ധന്യ നിമിഷത്തിൽ ഓടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മണ്ഡപിമാരെയും അവരുടെ സഹപ്രവർത്തകരെയും നമുക്ക് ആത്മാർത്ഥമായി അഭിനന്ദിക്കാം.